ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് വളരെ മികച്ചൊരു ലേണിംഗ് ടൂളാണ്. സാധാരണയായി നമ്മൾ ബുക്സ് അല്ലെങ്കിൽ വീഡിയോസ് ഉപയോഗിച്ചാണ് പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത്. എന്നാൽ ഒരു ഡിസൈൻഡ് ആയിട്ടുള്ള വെബ് പേജ് ഉപയോഗിച്ച് ബുക്സ് അല്ലെങ്കിൽ വീഡിയോസ് ഉപയോഗിച്ച് പഠിക്കുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവായി കാര്യങ്ങൾ ലേൺ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങളെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ പാഷൻ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ക്രിയേറ്റ് ചെയ്തത് യൂട്യൂബ് അൽഗോരിതത്തിന്റെ വർക്കിങ്ങിനെ പറ്റി ലേൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെബ് പേജാണ്. ഈ കാണുന്നതാണ് ഞാൻ ബിൽഡ് ചെയ്ത വെബ് പേജ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് നവായ്. ഇറ്റ്സ് അരുൺ നവായ് ഹിയർ. ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യ വീഡിയോ ആണ്. എനിക്കാണെങ്കിൽ യൂട്യൂബ് അൽഗോരിതത്തിന്റെ പ്രവർത്തനത്തെ പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ യൂട്യൂബ് മറ്റു ഓഡിയൻസിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി മനസ്സിലാക്കാനായി ഞാൻ ധാരാളം റിസർച്ച് നടത്തി. എൻ്റെ റിസർച്ചിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചാണ് ഞാൻ ഈ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തത്. അത് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്കും യൂട്യൂബ് അൽഗോരിതത്തിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലേൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു വെബ് പേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് കീഴിൽ ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇനി 10 ചാപ്റ്റേഴ്സ് പഠിക്കണമല്ലോ എന്നോർത്ത് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഓരോ ചാപ്റ്റേഴ്സും ഇൻട്രാക്റ്റീവ്ലി ലേൺ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തു വെച്ചിട്ടുള്ള വെബ് പേജസ് ആണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിലോട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ചെക്കൗട്ട് ചെയ്യുക. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് അൽഗോരിതം യൂസ് ചെയ്യുന്ന മൈക്രോ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പറ്റിയാണ്. മൈക്രോ ടെസ്റ്റിംഗ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ തയ്യാറാക്കിയ വീഡിയോ നിങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി എന്നിവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ യൂട്യൂബ് ആദ്യം ഒരു മൈക്രോ ഓഡിയൻസിലേക്ക് സജസ്റ്റ് ചെയ്യും. അതിനുശേഷം ഈ മൈക്രോ ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് എന്നത് അൽഗോരിതം റെക്കോർഡ് ചെയ്യും. അതായത് എത്ര പേർ നിങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട്, എത്ര പേർ നിങ്ങളുടെ വീഡിയോ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതേ ഉള്ളൂ, എത്ര പേർ നിങ്ങളുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തു എന്നീ കാര്യങ്ങളെല്ലാം അൽഗോരിതം ട്രാക്ക് ചെയ്യും. ട്രാക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ അടിസ്ഥാനത്തിൽ അൽഗോരിതം മൊത്തത്തിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണോ നെഗറ്റീവ് റെസ്പോൺസ് ആണോ എന്നത് കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വീഡിയോയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ഓഡിയൻസിലേക്ക് അൽഗോരിതം സജസ്റ്റ് ചെയ്യും. ഇനി വീഡിയോയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ അൽഗോരിതം പിന്നീട് ഈ വീഡിയോ മറ്റു ഓഡിയൻസിലേക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. ഇനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ യൂട്യൂബ് ആദ്യം ഒരു 100 പേർക്ക് സജസ്റ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ആ 100 പേരിൽ 100 പേരും എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ അതെൻ്റെ വീഡിയോയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കുറച്ചുകൂടി വലിയ ഓഡിയൻസിലേക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യും. ഇനി ആ 100 പേരിൽ ആരും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നില്ല, എല്ലാവരും എൻ്റെ വീഡിയോ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ വീഡിയോയ്ക്ക് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആണ്. അതുകൊണ്ട് ആ വീഡിയോ യൂട്യൂബ് പിന്നെ കൂടുതൽ ഓഡിയൻസിലേക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. ഇത്തരത്തിലാണ് യൂട്യൂബിൻ്റെ അൽഗോരിതം മൈക്രോ ടെസ്റ്റിംഗ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ പറ്റി കൃത്യമായൊരു ധാരണയുണ്ടായിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീഡിയോയ്ക്ക് പ്രോപ്പറായിട്ടൊരു തംബ്നെയിൽ കൊടുക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഏത് ടൈമിലാണോ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് യൂട്യൂബിൽ ആക്റ്റീവ് ആവുന്നത് അതിനനുസരിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു നല്ല റെസ്പോൺസ് ഉണ്ടാകുന്നതായിരിക്കും. ഇതുപോലെ യൂട്യൂബ് അൽഗോരിതത്തെ പറ്റിയുള്ള ധാരാളം കാര്യങ്ങൾ ഞാൻ ഈ ഒരു വെബ് പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്വയം ലേൺ ചെയ്യാൻ പറ്റുന്നതാണ്. വെബ്സൈറ്റ് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. And thank you for watching.